ഹലോ ഗൈസ്, വെൽക്കം ടു സിംപ്ലി ഫിൽമി. എൻ്റെ പേര് ആഷ്ലി. അപ്പോൾ ഈ വീക്കെൻഡ് നമുക്ക് 2 സിനിമ റിലീസായിട്ടുണ്ട്. റോന്തും വ്യസന സമേതം ബന്ധുമിത്രാദികളും. അപ്പോൾ എൻ്റെ കൂടെയുള്ള മറ്റവൻ റോന്ത് കാണാൻ പോയിട്ടുണ്ട്. ഞാൻ ഇന്നലെ നൈറ്റ് സെക്കൻഡ് ഷോയിൽ ഈ വ്യസന സമേതം ബന്ധുമിത്രാദികളും സിനിമ ഉണ്ട്. റോന്തിൻ്റെ റിവ്യൂ അവനായിരിക്കും, ബന്ധുമിത്രാദികൾ ഞാൻ ഇടുന്നത്. പക്ഷെ ഞാനിപ്പോൾ പറയാൻ പോകുന്നതാണ്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്, എനിക്ക് കണ്ടിട്ട് അത്രയും വർക്ക് ആവാത്തൊരു സിനിമയാണ് ഈ ബിസിനസ് സമേതം ബന്ധുമിത്രാദികൾ. ശരിക്കും പറഞ്ഞാൽ ലൈക്ക് ഒരു സ്മോൾ കണ്ടന്റ് ആണ്, മേ ബി ഒരു ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ ഒരു 30-40 മിനിറ്റ്സിൽ ചുരുക്കാവുന്ന ഒരു കണ്ടന്റ് ആണ്. കുറേ സാധനങ്ങളൊക്കെ ഇൻജെക്ട് ചെയ്ത് കുറേ ഹ്യൂമർ ലൈക്ക് ഇൻജെക്ട് ചെയ്യാൻ ശ്രമിച്ച് എനിക്കതിൽ ഹ്യൂമർ ഒന്നും കൂടുതൽ വർക്ക് ആവാത്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് ആകെ വർക്കായ ഹ്യൂമർ എന്ന് പറഞ്ഞാൽ ജോമൻ ജ്യോതിറിന്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ അത്യാവശ്യം കുഴപ്പമുണ്ടായില്ല, നൈസായിരുന്നു. പിന്നെ വേറെ കുറെ ക്യാരക്ടേഴ്സ് വന്നിട്ട് കുറെ ഹ്യൂമർ ചെയ്യാൻ ശ്രമിക്കുന്നത് പോലെ, അതായത് ഇങ്ങനെ ഈ സിനിമ ബേസിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഒരു മെയിൻ ക്യാരക്ടർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്കോപ്പ് ഇല്ലാതെ കുറെ ക്യാരക്ടേഴ്സ് ഇങ്ങനെ വന്നു പോയി അവർ എന്തൊക്കെ കാണിക്കുന്നു, അങ്ങനെയാണ് കുറെ നമ്മൾ നോർമലി ഇപ്പൊ ബിന്ദാസിന്റെ ആ ഒരു ടീമിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ അവരുടെ ഒരു സാധനം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന ഒരു സെയിം കൈൻഡ് ഓഫ് മേക്കിംഗ് കാര്യങ്ങളൊക്കെ തന്നെ. പക്ഷെ എന്തോ എനിക്ക് അത്രത്തോളം എന്തോ ദഹിക്കാത്ത പോലെ തോന്നിയൊരു സിനിമയാണ്. ലൈക്ക് ഇതിൽ ക്യാരക്ടേഴ്സ് ആണെങ്കിലും ഒരു പ്രോപ്പർ ഒരു ക്യാരക്ടർ ആർക്ക് അല്ലെങ്കിൽ ഇമോഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റ് ആവാത്ത ഒരു ഇവർ ഉദ്ദേശിക്കുന്നത് ആക്ച്വലി ഒരു ഡാർക്ക് ഹ്യൂമർ സ്ലാപ്സ്റ്റിക് അങ്ങനത്തെ ഒരു സാധനം തന്നെയാണ്. എന്തോ മലയാളികൾക്ക് അത്രക്ക് ദഹിക്കാത്ത ഒരു സാധനമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എന്നുവെച്ചാൽ ഓൺ ദ ഹോൾ നോക്കുവാണെങ്കിൽ സിനിമ ഒരു കുഞ്ഞു സാധനമാണ്. ചില അവർക്ക് ഇഷ്ടപ്പെടാം, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. മൾട്ടി ലൈക്ക് എന്താ പറയുക, മിക്സഡ് ഒപ്പീനിയൻസ് ചിലപ്പോൾ വരായിരിക്കും. പക്ഷെ എനിക്ക് അത്രത്തോളം ഒരു എഫക്റ്റ് തോന്നാത്തൊരു സിനിമയാണ്. ബേസിക്കലി ഒരു തിയേറ്റർ വാച്ച് ഞാൻ പേഴ്സണലി ഡിമാൻഡ് ചെയ്യാത്തൊരു സിനിമയാണ്. മേ ബി OTT വരുമ്പോഴത്തേക്കും ചുമ്മാ സമയമുള്ളപ്പോഴത്തേക്കും കാണുക, അല്ലെങ്കിൽ തിയേറ്ററിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, ടോട്ടലി ഫ്രീ ആണ്, പോയി കാണാം. ലൈക്ക് ചുമ്മാ ലൈക്ക് എന്താ പറയാ, ഇപ്പൊ നിങ്ങൾ ഞാൻ പറഞ്ഞു കേട്ടിട്ട് ടോട്ടലി ഒരു കംപ്ലീറ്റ്ലി മോശമായിട്ടുള്ള സിനിമ എന്നൊന്നും കരുതണ്ട. അത്യാവശ്യം നമുക്ക് കണ്ടിരിക്കാം, ലാഗ് ഒന്നും ഇല്ല. പക്ഷെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു ഫീലിംഗ്, അയ്യോ നമ്മളിപ്പോ കണ്ടതിൽ നമ്മളിപ്പോ ഞാൻ തന്നെ ആലോചിച്ച് റിവ്യൂ എടുക്കാൻ നേരത്ത് എന്താ പറയാ, നമ്മള് ഇതിനെപ്പറ്റി എന്താ പറയാ, ലൈക്ക് ഇതിലൊരു വൺ ലൈനർ അല്ലെങ്കിൽ എന്താ ഇതിനെപ്പറ്റി പറയാന്ന് വെച്ചാൽ എനിക്കും ശരി അറിയില്ല. പക്ഷെ കണ്ടിരിക്കാൻ കുറച്ച് കോമഡി, അവരുടെയൊക്കെ കുറച്ച് കോമഡി, അവരുടെ കുറച്ച് അടി, അവരുടെ കുറച്ച് രസകരമായ മുഹൂർത്തങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഓൺ ദ ഹോൾ നോക്കുമ്പോഴത്തേക്കും ഒരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടിയിട്ടില്ല സിനിമയിൽ. പിന്നെ എനിക്ക് ഈ സിനിമ കണ്ടപ്പോഴത്തേക്കും വേറൊരു സിനിമയായിട്ട് കമ്പാരിസൺ അല്ല, രണ്ടും ടോട്ടലി ഡിഫറെൻറ്റ് കാര്യങ്ങൾ, ലൈക്ക് അതിൻ്റെ തീം സെയിം ആണെങ്കിലും ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് രണ്ട് സിനിമയും അപ്രോച്ചും അതിൻ്റെ സംഭവവികാസങ്ങളൊക്കെ നടക്കുന്നത്. പക്ഷെ എനിക്ക് ഇത് കണ്ടപ്പോഴത്തേക്കും ജാനേമൻ ഭയങ്കര ആ മൂവിയുടെ റേഞ്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ്. ടി വിയിലും അല്ലെങ്കിൽ OTT ഇങ്ങനെ പിന്നെ റിപ്പീറ്റ് ആയിട്ട് കാണുന്ന സിനിമയാണ്. എന്താ അപ്പൊ അതിലൊരു കോമഡി അല്ലെങ്കിൽ കോമഡി അല്ല, എന്താ പറയാ, അതിൻ്റെ ഒരു രസകരമായ മുഹൂർത്തങ്ങളും അതിലുള്ള ഒരു നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ആ ഒരു പീക്ക് സാധനം എവിടെയോ ഈ സിനിമയിൽ എനിക്ക് ഇല്ലാതെ പോലെ തോന്നി. പക്ഷെ ഞാൻ ഒരിക്കലും കമ്പയർ ചെയ്യുന്നതല്ല, അത് ടോട്ടലി ഡിഫറെൻ്റ് ആണ്, ഇത് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. നിങ്ങൾ കണ്ടു നോക്കുക. ചേച്ചാ എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, പറയാൻ പറ്റില്ല. പിന്നെ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പോവുകയാണെങ്കിൽ ഞാൻ അതിലും ടെക്നിക്കൽ കോൺസെപ്റ്റ് ഇതിൽ എടുക്കുന്നില്ല, കാരണം അത്രയ്ക്ക് ടെക്നിക്കാലിറ്റി ഇല്ലാത്തൊരു സിനിമയാണ്. ഇപ്പൊ നമ്മൾ ബിന്ദാസിന്റെ പ്രീവിയസ് വെഞ്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാലും ഇപ്പൊ ഗുരുവായൂർ നടയില് ജയ 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 ഹേ എല്ലാം എന്ന് പറഞ്ഞ ഒരു പക്ക നാട്ടിൻപുറം നടക്കുന്ന ഒരു കുറെ മണ്ടത്തരങ്ങളും കുറെ പൊട്ടിച്ചിരികളൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു ടൈപ്പ് ഓഫ് കാര്യങ്ങളാണ്. അപ്പൊ അതിൽ കൂടുതൽ ടെക്നിക്കാലിറ്റി നമ്മൾ ബ്രിങ് ചെയ്യേണ്ട കാര്യമില്ല. ഇതിന് ഡയറക്ടർ ബിപിൻ എസ് എന്നാണ് തോന്നുന്നു ഡയറക്ടർ, ഞാൻ കണ്ടു ശരിയാണെങ്കിൽ. പിന്നെ ബാക്കി ടെക്നിക്കാലിറ്റീസ് എനിക്കറിയാം, ഇങ്ങനത്തെ ഒരു സിനിമക്കാണ് ഞാൻ പോകുന്നതെന്നുള്ള എക്സ്പെക്ടേഷൻ എനിക്ക് ഉണ്ടായതുകൊണ്ട് ഞാൻ അത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ട് ടെക്നിക്കാലിറ്റീസ് നോക്കിയിട്ടില്ല, റിസർച്ച് ചെയ്തിട്ടില്ല. ആരെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ നോക്കി, വേണമെങ്കിൽ അതിനെപ്പറ്റി സെർച്ച് ചെയ്യാൻ ആവശ്യമുണ്ടെങ്കിൽ. പക്ഷെ എനിക്ക് അത്രത്തോളം എന്താ പറയുക ചർച്ച ചെയ്യേണ്ട ഒരു സിനിമയായിട്ട് തോന്നിയില്ല ടെക്നിക്കാലിറ്റീസ്. പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം എന്താ പറയുക, വിഷ്വൽ എഫക്ട്സ് ആണെങ്കിലും എന്താ പറയുക ഓഡിയോ ആണെങ്കിലും എല്ലാം ആ ഒരു നാട്ടിൻപുറത്തെ കഥക്ക് ചേരുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് എനിക്ക് ജോമോൻ ജ്യോതിറിന്റെ
കോമഡി ആണ് മെയിനായിട്ട് ഇഷ്ടപ്പെടുന്ന പറഞ്ഞല്ലോ. അപ്പൊ അതിൽ കുറച്ച് ആവശ്യമുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ കാര്യങ്ങളൊക്കെ, ശക്തി എന്നാണ് ചോമന്റെ ക്യാരക്ടറിന്റെ പേര്. അപ്പൊ അതില് ചില മെയിൻ സാധനങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഇടുന്ന BGM ആ കാര്യങ്ങളൊക്കെ നൈസായിരുന്നു. പിന്നെ ഇതിൽ പോസിറ്റീവ്സ് ആയിട്ട് എനിക്ക് തോന്നി ഒബിയസ്ലി ജോമോൻ ജോർജിന്റെ ആ ഒരു പെർഫോമൻസ്, ഇതിന്റെ പെർഫോമൻസ് അടിപൊളിയാണ്. ലൈക്ക് കോമഡി വെച്ചാൽ പുള്ളി നോർമലി ചെയ്ത് നമ്മൾ കണ്ട സാധനം തന്നെയാണെങ്കിലും പിന്നെയും നമുക്ക് എന്താ പറയുക ചിരി വരുമെങ്കിൽ അത് ആ ഒരു ആക്ടറിന്റെ കഴിവാണ്. അപ്പൊ അത് നൈസായിട്ട് കേട്ടിട്ടുണ്ട്. പിന്നെ ഇതിൽ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്തേക്കുന്ന അസീസ് ഉണ്ട്. അനശ്വരയുടെ അച്ഛനായിട്ടാണ് ഇതിൽ അസീസ് പെർഫോം ചെയ്തേക്കുന്നത്. ഗംഭീര പെർഫോമൻസ് ആണ്. നമ്മൾ വാഴയെ കണ്ട പോലെ തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കുറച്ച് പോയിട്ട് അവസാനം എത്തുമ്പോഴത്തേക്ക് ഒരു നൈസ് പെർഫോമൻസ് ഉണ്ട് പുള്ളിയുടെ, ഗംഭീരമായിട്ടുണ്ട്. എനിക്ക് വാഴയുടെ അത്രയും തോന്നിയില്ലെങ്കിലും എന്നാലും നല്ലൊരു പെർഫോമൻസ് വെച്ചാൽ ഓരോ സിനിമ കഴിയുമ്പോഴത്തേക്ക് പുള്ളിയുടെ പെർഫോമൻസ് വേറെ വേറെ ലെവലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പുള്ളി ഇനിയും നല്ല സിനിമകൾ തിരഞ്ഞെടുത്ത് നല്ല ക്യാരക്ടറിസ്റ്റിക് ആയിട്ട്. പിന്നെ എനിക്ക് അനശ്വരയുടെ ക്യാരക്ടർ പോസിറ്റീവായിട്ട് പറയാനും നെഗറ്റീവായിട്ട് പറയാനും ഒരു ന്യൂട്രൽ ആയിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം പ്രീവിയസ് മൂവിയായി പൈങ്കിളി വെച്ച് നോക്കുമ്പോഴത്തേക്കും നല്ലൊരു ക്യാരക്ടറാണ്, അത്യാവശ്യം കുഴപ്പമില്ല, അത്ര വെറുപ്പിക്കലില്ല. പക്ഷേ അനശ്വര എന്ന് പറഞ്ഞ ഒരു ആക്ട്രസിന്റെ കയ്യിൽ നമ്മൾ ഇനിയും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള റോൾസ്, കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള റോൾസ്. ഇവൻ നമ്മൾ ഈ ഇയർ തുടങ്ങിയപ്പോഴത്തേക്ക് രേഖാചിത്രം പറഞ്ഞ സിനിമയിൽ അത്യാവശ്യം നല്ലൊരു റോള് പുള്ളിക്കാരി ചെയ്തതാണ്. അപ്പൊ അതിന്റെ ഒരു എക്സ്പെക്ടേഷൻ നമുക്ക് ഈ ഇയർ ത്രൂ ഔട്ട് ഉണ്ടാവും. പക്ഷെ ആ ഒരു സാധനം ഡെലിവർ ചെയ്യുന്നില്ല. കാരണം പുള്ളിക്കാരികൾ നോർമൽ ഒരു ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ സംസാര രീതി അതൊക്കെ തന്നെ ട്രിവാൻഡ്രം സ്ലാങ്ങിലാണ് ഫുൾ മൂവി പോകുന്നതെങ്കിൽ പോലും എവിടെയൊക്കെ പുള്ളിക്കാരിയുടെ ഒരു ബോഡി ലാംഗ്വേജും കാര്യങ്ങളൊക്കെ കയറി വരുന്നുണ്ട്. ചില സാധനങ്ങളൊക്കെ നമുക്ക് വെറുപ്പിക്കലായിട്ട് തോന്നുന്നുണ്ട്. ഓൺ ദ ഹോൾ മൂവിയിൽ കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് പുള്ളിക്കാരി കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് എന്തൊക്കെയോ എവിടെയൊക്കെ ഒരു മിസ്സിംഗ് പോലെ തോന്നുന്നുണ്ട്. പിന്നെ ഇതല്ലാതെ കുറെ ക്യാരക്ടേഴ്സ് ചെറിയ ചെറിയ ക്യാമിയോസ് പോലെ വന്നു പോകുന്നുണ്ട്. ബൈജു ഉണ്ട്, പിന്നെ പുള്ളിയുടെ ക്യാരക്ടർ കുഴപ്പമുണ്ടായില്ല. പിന്നെ കുറെ ആന്റിമാര്, അതായത് ഒരു മെയിൻ ഈ ഒരു സിനിമയുടെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞ ഒരു മരണവീടാണ്. അപ്പൊ ഒബിയസ്ലി മരണവീടാകുമ്പോഴത്തേക്ക് കുറെ ക്യാരക്ടേഴ്സ് വന്നും പോയി, അവിടെയുള്ള പ്രശ്നങ്ങള്, ലഹളകള്, അതൊക്കെ തന്നെയാണ് ഈ സിനിമയിലെ മെയിൻ കാര്യം. പിന്നെ ഇതിന്റെ പിന്നെ മല്ലിക സുകുമാരുണ്ട്, പുള്ളിക്കാരി ആണ് അറിയാതിരിക്കുമല്ലോ. ഇതില് എന്താ പറയാ മരിക്കുന്ന ക്യാരക്ടറായിട്ട് പുള്ളിക്കാരി കുറച്ച് സ്പേസ് ഉള്ളൂ. പിന്നെ പുള്ളിക്കാരിയുടെ മേക്കപ്പ് എനിക്ക് ചില സമയത്ത് ഓവറായിട്ട് തോന്നിയായിരുന്നു. പിന്നെ കുറെ ക്യാരക്ടേഴ്സ് അവിടെ നിന്നൊക്കെ പോകുന്നുണ്ട്. ഒരു അമ്മായി വന്നിട്ട് കുറെ ബിച്ചിണ്ടിയൊക്കെ പറഞ്ഞ ഒരു അമ്മായി ഉണ്ട്, പുള്ളിക്കാരുടെ സൗണ്ട് ലേശം നിർത്തിക്കലായിരുന്നു. പിന്നെ കുറെ ആൾക്കാർ അപ്പന്മാരമ്മമാര് കുറച്ച് പേരൊക്കെ അവിടെ ഇവിടെയൊക്കെ ചില ഡയലോഗ് പറയുക, ചെറിയ ഒന്ന് രണ്ട് ഡയലോഗ്സ് മാത്രമൊക്കെ ഉള്ളൂ. നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും ഒരു നാട്ടിൻപുറത്ത് ജീവിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ മേ ബി റിലേറ്റ് ചെയ്യാൻ പറ്റും. കുറെ ആൾക്കാർ വന്ന് ലഹളകളും പ്രശ്നങ്ങളും ഓരോ ഫംഗ്ഷൻ നടക്കുമ്പോഴത്തേക്ക് ഉണ്ടാവില്ല. ആ ഒരു സംഭവമാണ് പറയാൻ ഉദ്ദേശിച്ചേക്കുന്നത്. പിന്നെ ഇതിന്റെ അവസാനം ലൈക്ക് എന്തെങ്കിലും ഒരു സാധനം ഒരു മെസ്സേജ് തരാനാണ് ഉദ്ദേശിച്ചത്. പക്ഷെ എനിക്ക് ആ മെസ്സേജ് ഭയങ്കരമായിട്ട് കണക്ട് ആവാത്ത പോലെ എന്ന് വെച്ചാൽ കുറെ ഇങ്ങനെ പരിപാടികളും ലഹളകളൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തില് ആ ഒരു ക്ലൈമാക്സിലേക്ക് പോയ പോലെ ആ ക്ലൈമാക്സിലേക്ക് ബിൽഡ് ചെയ്യുന്ന എന്തെങ്കിലും ചില സീക്വൻസസോ അല്ലെങ്കിൽ എന്താ പറയുക കോൺവെർസേഷൻസോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ മേ ബി ആ ക്ലൈമാക്സിൽ കുറച്ചും കൂടി ഒരു എന്താ പറയുക ഹൈ തരാൻ വേണ്ടി പറ്റുമായിരുന്നെന്ന് എനിക്ക് തോന്നി. അത് ചുമ്മാ അയ്യോ ഇത് കർമ്മം ചെയ്യണമല്ലോ അല്ലെങ്കിൽ ആ ബോഡി നമുക്ക് കത്തിക്കണമല്ലോ പെട്ടെന്ന് ആവണമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ചെയ്ത പോലെ എനിക്ക് തോന്നി. പക്ഷെ അതൊരു നല്ലൊരു മെസ്സേജ് തരാൻ പറ്റിയൊരു ക്ലൈമാക്സ് ആയിരുന്നു, അതിന് പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു. ചെയ്തെടുത്ത രീതി എനിക്ക് അത്രയ്ക്ക് ഒരു സെറ്റ് ആയില്ല. പിന്നെ നമുക്ക് ഈ സിനിമ കഴിയുമ്പോഴും നമുക്കൊരു എന്താ പറയാ ആ സിനിമയിൽ നിന്നൊന്നും കിട്ടാത്ത പോലെ തോന്നി. പക്ഷെ മെസ്സേജ് ഉണ്ടെങ്കിൽ പോലും എന്തോ മെസ്സേജ് വെച്ചാൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും നമുക്കത് ഇനിയും ചർച്ച ചെയ്യാൻ പറ്റിയൊരു ടോപ്പിക് ആയിരുന്നു. പക്ഷെ എന്തോ അവർക്ക് അങ്ങനെ ചെയ്യാൻ തോന്നുന്നത് ചെയ്തു. അപ്പൊ എന്താ പറയുക ഓൺ ദ ഹോൾ ഒരു ടോട്ടലി ഒരു നോർമൽ ആയിട്ടുള്ള ഒരു മൂവി, ഒരു ആവറേജ് അറ്റ് ദ മോസ്റ്റ് അല്ലെങ്കിൽ ഒരു ബിലോ ആവറേജ് ആയിട്ടൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു OTT വാച്ചായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് എന്താ പറയുക ഇതിൽ ആക്ടേഴ്സിന് ഇഷ്ടമാണ് അല്ലെങ്കിൽ ഇങ്ങനത്തെ മൂവീസ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണ്, ഈ ജോണർ ഇഷ്ടമാണ് എങ്കിൽ ഒബിയസ്ലി സിനിമ തിയേറ്ററിന് വേണ്ടിയിട്ടുള്ളതാണ്, തിയേറ്ററിൽ പോയി വാച്ച് ചെയ്യുക. ഇത് കണ്ടവരാണെങ്കിലും ഇതിൻ്റെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ കാണുന്നവരാണെങ്കിലും രേഖപ്പെടുത്തുക. എന്തെങ്കിലും ഈ സിനിമയെ പറ്റിയോ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന സിനിമകളെ പറ്റിയോ അല്ലെങ്കിൽ മുമ്പ് ഞങ്ങൾ റിവ്യൂ ചെയ്ത സിനിമകളെ പറ്റിയോ എന്തെങ്കിലും കാര്യങ്ങളോ എന്തെങ്കിലും ഞങ്ങളുടെ സൈഡിൽ നിന്ന് വേണമെങ്കിൽ നിങ്ങൾ ഡു ലെറ്റ് us know. അപ്പോൾ ഇനിയൊരു റിവ്യൂ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ.